പക്ക ഓക്കെ മതി സെറ്റ്. വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ് എവരിവൺ. എല്ലാവർക്കും ട്രാവൻകൂർ പിസ്റ്റൻസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ മൂന്നാറാണ് നിൽക്കുന്നത്. അവിടെ ഞങ്ങളുടെ ഫോഴ്സ് ഗൂർക്ക എക്സ്ട്രീം ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഗൂർക്കയാണ്. പർപ്പസ് ബിൽറ്റ് വണ്ടിയാണ്. നല്ല മോഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ലീഗലായിട്ട് വണ്ടി ഞങ്ങൾ മാന്യമായിട്ട് സ്റ്റക്കാക്കി. പിന്നെ നമ്മളെ കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് പറ്റണം മാക്സിമം ട്രൈ ചെയ്ത് അത് ഫെയിലായി. പിന്നെ നമ്മൾ വെളിയിൽ നാളെയൊക്കെ ഇറക്കി നമ്മൾ സെറ്റാക്കി ഊരിക്കൊണ്ട് വന്ന് വണ്ടി. അപ്പോൾ അതിൻ്റെ രസകരമായ നിമിഷങ്ങൾ ഞങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് നമ്മൾ വണ്ടി ഒന്ന് നിർത്തി റിലാക്സ് ചെയ്ത് രണ്ട് ഷോട്ട്സൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ ട്രാക്ടറാണ് വന്നത്. ഈ നാരോ റോഡായതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് ചേർത്തങ്ങ് ഒതുക്കി. ഫ്രണ്ട് ലോക്ക് 4x4 ആണല്ലോ. അതേപോലെ തന്നെ ഫ്രണ്ട് ലോക്ക്, റിയർ ലോക്ക്, ഇൻഡിപെൻഡൻറ്റ് ലോക്കേഴ്സൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാനും എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ. ഫുൾ ക്യാമ്പിംഗ് ഗിയറിലാണ് വന്നത്. പക്ഷെ അത്യാവശ്യം വേണ്ട ഓഫ് റോഡ് സർവൈവൽ കിറ്റ്സ് ഒന്നും എടുത്തില്ല. മറ്റേ സാൻഡ് ബോർഡും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വില നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി. സോ ഇവിടെ സംഭവിച്ചെന്ന് പിന്നെ വേറെ ഒന്നുമല്ല. ഞാനവിടെ ബാക്ക് ഇരിക്കും. ഞാനും സൈഡ് നോക്കിയില്ല. കാരണം നമ്മൾ ഇങ്ങനത്തെ വണ്ടികൾക്കൊന്നും അങ്ങനെ വലിയ സൈഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലും 4 ലോയില 4 ഹൈയിലൊക്കെ ഇട്ട് നമുക്ക് വണ്ടി എടുക്കാം. സംഭവം ഇടത്തെ സൈഡ് 2 ടയർ നൈസായിട്ട് അവിടെ ഒരു ചതുപ്പുണ്ട്. ലൈക്ക് സീമെൻസിലെ ഈ സൈഡ് കണ്ടില്ലേ, അതിലോട്ടായിപ്പോയി. പക്ഷേ ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ അവിടെ ഇത്തിരി എന്താ പറയുക, നനഞ്ഞ് കുറച്ച് ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കാരണം വണ്ടിയുടെ വെയിറ്റ് കാരണം പയ്യെ വണ്ടി ഓട പോലിരിക്കുന്ന ആ ഒരു സ്ഥലത്തില്ലേ, അവിടെ വണ്ടി അങ്ങ് താഴാൻ തുടങ്ങി. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല ആക്ച്വലി. ഞങ്ങൾ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ പോയി അണ്ണന്മാരൊക്കെ അവിടെ മറ്റേ എന്തൊക്കെയോ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് ചില്ല് ചെയ്തിട്ട് വന്ന് വണ്ടി ഒന്ന് എടുക്കാൻ പോയപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ ഈ സൈഡിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ശരിയോ? ഓക്കെ റെഡി. റിവേഴ്സ് പറഞ്ഞില്ല. റിവേഴ്സ് ബാക്ക് ലോക്ക് ഇട്ടോ? റിയർ ലോക്ക് ഇട്. കാരണം ഈ കാറിന് പിടുത്തം കിട്ടണം. എടുത്ത് ഞാൻ ബാക്കിലോട്ട് ഇരിക്കാം. ഈ നിമിഷമാണ് എനിക്ക് മനസ്സിലായത് വണ്ടിയുടെ വെയിറ്റ് കാരണം വണ്ടിയുടെ ഹൗസിങ്ങിലാണ് ഇപ്പം വണ്ടി നിൽക്കുന്നത്. അതായത് ബേസിക്കലി ലെഫ്റ്റ് സൈഡിലെ 2 ടയറും ആ ചെളിയിൽ പൂന്ത് ഫ്രീ വീല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് കറങ്ങത്തില്ല. അതേപോലെ തന്നെ വലത്തെ സൈഡിലത്തെ 2 ടയറും ടാറിൽ തൊട്ടില്ലെന്നാണ് പറഞ്ഞ് നിൽക്കുന്നത്. ഞാൻ പല ഗോഷ്ഠികളും കാണിച്ച് നോക്കി, നടന്നില്ല. പിന്നെ ആ നടുക്കത്തെ ഈ കർവ് പോലിരിക്കുന്ന ആ തിട്ടയില്ലേ, ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും സംഭവിക്കാം കേട്ടോ. ഈ കർവിൻ്റെ ആ തിട്ടയിൽ വണ്ടിയുടെ ബാക്കും ഫ്രണ്ടും ഹൗസിങ് ലോക്കായി. സോ ബേസിക്കലി ഞങ്ങൾ റോയലി നല്ല സിമ്പിളായിട്ട് നല്ല കണ്ണാപ്പി സ്റ്റക്കായി. എൻ്റെ അനിയൻ്റെയും പെടാപ്പാട് കണ്ടുകൊണ്ട് അപ്പുറത്തെ ഒരണ്ണൻ വന്ന് കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് പോയി. അണ്ണൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ നടന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കെന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഓക്കെ സെറ്റ്. ഇത്രയും സ്ഥലമില്ല. എനിക്ക് അവിടെ എന്തെങ്കിലും സാധനം വേണം.
എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കി ആലോചിക്കും. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങി. എന്തായാലും ഞങ്ങളുടെ കയ്യിൽ ഷവലോ അതേപോലെ തന്നെ സാൻഡ് ബോർഡോ ഇല്ല. എന്തായാലും തേഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പകരം കുക്കിംഗ് ഗ്യാസും മാഗിയും മിച്ചറും പക്കാവടയും ടച്ചിങ്സും ഗ്ലാസും എല്ലാം ഉണ്ട്. പക്ഷെ വേണ്ട ആവശ്യമുള്ള സാധനം നമ്മളെടുത്തില്ല. പോട്ടെ, ഇതൊക്കെ ഒരു അനുഭവമാണല്ലോ. പിന്നെ നൈസായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒരു അവസാന ശ്രമം നമ്മൾ നോക്കി. ആ ബാക്കിലത്തെ ആ ടയർ മനസ്സിലായി, ഏതെങ്കിലും ഒരു ടയർ ഗ്രിപ്പ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കാരണം റിയർ ലോക്ക് ഇട്ടിട്ടേ ഒന്ന് ട്രാക്ഷൻ, ഒരു ടയറിന് ട്രാക്ഷൻ കിട്ടിയാൽ മതി. കാരണം അത്രയും വെച്ച് നമുക്ക് പിടിക്കാം. അതാണ് പ്ലാൻ. അങ്ങനെയല്ല, അങ്ങനെ ഇട്ടുണ്ടോ, നൂത്തിട്, അങ്ങനെയുണ്ടോ, നേരെ ഇട്. കാരണം ഇത് കറങ്ങാം. അത് തന്നെ മോനെ, വണ്ടി ഇറ സെറ്റ്. ഓ, ഇത് കൂടെ കയറ്റും. കീറൂല. നമ്മൾ അത്രയ്ക്ക് പ്രഷർ കൊടുക്കുന്നില്ലല്ലോ. എടു. അല്ല, ഇത് സക്സസ്സാ. വണ്ടി ഇറ. റിയർ ലോക്ക് ഓൺ. കൊടുത്തോ? ഇനി എടു. നോ ഞാൻ ഒന്ന് ക്യാരക്ടറാ. വെയിറ്റ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യല്ലേ. ഈ കമ്പ് കൊണ്ട് അടിച്ച് കുറച്ചുകൂടെ അകത്തോട്ട് കയറ്റും. മറ്റേതും കൂടെ വരണുണ്ടോ കേട്ടോ? ഓ, അപ്പുറത്തേക്ക് കൂടെ. മതി, ഒന്ന് ട്രൈ ചെയ്ത് കൊള്ളാം. അതിൻ്റെ നടുക്കാൻ ഇട്ടുകൂടാ. ഞാനും കൂടെ ഒന്ന് എടുത്തോ. വെയിറ്റ് ചെയ്യാൻ ഒന്ന് കയറട്ടെ. വണ്ടി എടുക്കല്ലേ. എട്. വേണ്ട. ഉണ്ട്. സംഭവം വണ്ടി ട്രാക്ടറിന് സൈഡ് കൊടുത്തപ്പോഴേ ഹൗസിങ് ലോക്കായിപ്പോയി. ഫ്രണ്ടിലത്തെ ടയറും അവിടെ ആയിപ്പോയി. അതുകൊണ്ട് 4x4 എല്ലാം ഇട്ടിട്ടും ഉണ്ടോട്ടോ. കൊണ്ടോട്ടോ, നമുക്ക് തരാം. കേബിളുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ നൈസായിട്ട് തേഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ട്രൈ ചെയ്തു, നടന്നില്ല. അപ്പോൾ നമ്മുടെ അണ്ണൻ വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അണ്ണന് നേരത്തെ പറഞ്ഞാൽ അണ്ണൻ്റെ കയ്യിൽ വടമില്ല. വടം സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരം കൂടെ പോകണം. അപ്പോൾ നമ്മുടെ കയ്യിൽ റോപ്പുണ്ട്, നല്ല ഷിപ്പ് ഗ്രേഡ് റോപ്പുണ്ട്, അത് മതി. അതുകൊണ്ട് അത് വെച്ച് ബാക്കിലും ഫ്രണ്ടിലും ഹുക്കുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് നമുക്ക് ബാക്കിലോട്ട് വണ്ടി വലിക്കാം എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഫൈൻ, അതായാലും മതി. ചെറിയൊരു ഫീസ് അവർക്ക് നമ്മൾ കൊടുക്കണമല്ലോ, അത് മോശം, നമ്മളെ സഹായിച്ചല്ലേ. അപ്പോൾ അവരൊരു 300 രൂപ തരാമോന്ന് ചോദിച്ച്. സന്തോഷം, ഇത്രയും ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ. അല്ലെങ്കിൽ വേറെ വല്ലയിടത്താണെന്നുണ്ടെങ്കിൽ 1000-2000 ഒക്കെ വാങ്ങിക്കുക, അറിയാമല്ലോ. പിന്നെ എന്ത് ചെയ്യാനാണ് മാൻ, പല കാട്ടിലും മലയിലും നമ്മുടെ ബൈജു പറയുന്ന പോലെ മലയിലും പുഴയിലും കാട്ടിലും കടലിലും ബോട്ടിലും ഇരുന്ന് അടിച്ച്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഈ ചെറിയൊരു മൊണ്ടി കേസിന് വണ്ടി സ്റ്റക്കായത്.
ജന്മത്ത് പ്രതീക്ഷിച്ചില്ല. ബട്ട് ക്വൈറ്റ് നൈസ് എക്സ്പീരിയൻസ്. പിന്നെ ഈ സ്ഥലവും സ്റ്റക്കാവാൻ പറ്റിയ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് തന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല പ്രകൃതി രമണീയമായ അടിപൊളി വൈബുള്ള ഒരു സ്ഥലത്താണ് സ്റ്റക്കായത്. ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ്. പിന്നെ നമ്മളെ രക്ഷകൻ എത്തിയിരിക്കുകയാണ്, ട്രാക്ടർ. അപ്പം ആശാൻ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തി. വാട്ട് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പക്ക ഓക്കെ മതി, സെറ്റ്. താങ്ക് യു. ഇനി അപ്പോൾ ഇനി സ്റ്റക്കാവുമ്പോൾ വിളിക്കാമെന്ന് ചേട്ടനോട് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട വാങ്ങി. വാട്ട് എ ഡേ. അപ്പോൾ ഈ ലക്ഷ്മി ടീ എസ്റ്റേറ്റിൻ്റെയും ഈ കണ്ണൻദേവൻ ടീ പ്ലാന്റേഷൻ്റെയും വീഡിയോസൊക്കെ ഇനി ഇടുന്നുണ്ട്. അപ്പോൾ യു ഗൈസ് സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, റൈഡ് സേഫ്.